മോദി പയറ്റുന്നത് എന്ത് രാഷ്ട്രീയമാണ്? ഭയത്തിന്റെ രാഷ്ട്രീയമെന്ന നിലപാടുമായി ചിലർ രംഗത്ത് വന്നിരിക്കുന്നു. നരേന്ദ്രമോദി പയറ്റുന്നത് ഭയത്തിന്റെ രാഷ്ട്രീയമെന്നാണ് ശ്വേത സഞ്ജീവ് ഭട്ട് വ്യക്തമാക്കുന്നത്. ഗുജറാത്തിൽ വിമർശകരുടെ വായടപ്പിക്കുന്ന ഭയത്തിന്റെ രാഷ്ട്രീയം തുറന്നുകാട്ടുകയാണ് തടവിലാക്കപ്പെട്ട മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേത ഭട്ട്. 7 മാസമായി ജാമ്യം നിഷേധിക്കുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സഞ്ജീവിനെ പുറത്തിറക്കാതിരിക്കാനുള്ള തന്ത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പയറ്റുന്നതെന്ന് ശ്വേത ആരോപിക്കുന്നു. കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ശ്വേത നിലപാട് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കിയത്. അഹമ്മദാബാദിലെ വീട്ടിൽ ശ്വേത ഭട്ട് ഒറ്റയ്ക്കാണ് കഴിയുന്നത്. കലാപകാലത്ത് ഗുജറാത്ത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനും പിന്നീട് നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനുമായി മാറിയ ഭർത്താവ് സഞ്ജീവ് ഭട്ട് പാലൻപൂർ ജയിലിലാണ്. 96-ൽ ബനാസ്കാന്ത SP ആയിരിക്കെ ഒരു അഭിഭാഷകനെ ലഹരിമരുന്ന് കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിലാണ് സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് CID 2018 സെപ്റ്റംബർ 5-ന് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ വീട് ആക്രമിച്ചിട്ടും കാറിൽ ട്രക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടും ഇതുവരെ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. 7 മാസത്തിനിടെ നിരവധി പരീക്ഷണങ്ങളാണ് ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അഭിഭാഷകനായ സുമർ സിംഗ് രാജ്പുരോഹിതനെ ലഹരിമരുന്നുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്ത് പോലീസ് തട്ടിക്കൊണ്ടുപോയതാണെന്നും പിന്നീട് കണ്ടെത്തി. അഭിഭാഷകൻ ഹർജിയിൽ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് 2018 ജൂണിൽ ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഗുജറാത്ത് കലാപത്തിന് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഒത്താശ ചെയ്തെന്നാരോപിച്ച് 2011-ൽ സുപ്രീം കോടതിയിൽ ഭട്ട് സത്യവാങ്മൂലം നൽകിയിരുന്നു. അനധികൃതമായി ജോലിയിൽ ഹാജരായില്ലെന്ന കാരണത്താൽ 2015-ൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭട്ടിനെ സർവീസിൽ നിന്ന് പുറത്താക്കി. മോദിക്കെതിരെ നിശ്ചിത വിമർശനങ്ങളുമായി ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും ഭട്ട് സജീവമായിരുന്നു. ഏതായാലും സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഭട്ടിന്റെ ഭാര്യ ശ്വേത നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നേരത്തെ മത്സരിച്ചിട്ടുണ്ട്. പുതിയ വിവാദങ്ങൾ BJPയെ എങ്ങനെ ബാധിക്കും? കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.